2009 ഒരു മുടിവെട്ട് കടയിൽ ഒരാളുടെ കീഴിൽ മഹാരാജ മുടിവെട്ടുകാരനായി ജോലി ചെയ്യുകയാണ്. നാളെ തൻ്റെ ഭാര്യയുടെ ജന്മദിനമായതുകൊണ്ട് അവധി വേണമെന്ന് ചോദിക്കുന്നു. അവധിയൊക്കെ തരാം, അതിനു പകരം ഇന്ന് വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനെയും നീ തന്നെ അങ്ങ് ഡീല് ചെയ്തേക്കണമെന്ന് മുതലാളി പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം തൻ്റെ മകൾക്ക് ഒരു പാവ മേടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മഹാരാജ. പെട്ടെന്ന് ഒരു ലോറി വന്ന് അയാളുടെ വീട് ഇടിച്ച് തകർക്കുന്നു. സ്പോട്ടിൽ തന്നെ ഭാര്യ മരിക്കുകയാണ്. ഇനി വർഷം 2024. ഇപ്പോൾ മഹാരാജയ്ക്ക് സ്വന്തമായ ഒരു മുടിവെട്ട് കടയുണ്ട്. മകളുടെ പേര് ജ്യോതി. അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിത്തത്തിൽ അത്ര പോരെങ്കിലും സ്പോർട്സിൽ കില്ലാടിയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ PT ടീച്ചറായ മമതയാണ്. അന്ന് ആ അപകടത്തിൽ ഒരു വേസ്റ്റ് ബിൻ കുഞ്ഞായിരുന്ന ജ്യോതിയുടെ മുകളിൽ വീഴുകയും അങ്ങനെ അവൾ രക്ഷപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആ വേസ്റ്റ് ബിന്നിനെ ലക്ഷ്മി എന്ന് പേര് നൽകി കുറിയൊക്കെ ചാർത്തിക്കൊണ്ട് ഒരു ദൈവമായിട്ട് അവർ കരുതുന്നു. മഹാരാജയുടെ ജീവിതം വളരെ സിമ്പിളാണ്. വീട് വിട്ടാൽ ബാർബർ ഷോപ്പ് വിട്ടാൽ വീട്. ആഴ്ചയിൽ ഒരിക്കൽ ജ്യോതിയുമായി കടപ്പുറത്തും മറ്റും സ്ഥിരമായി പോകാറുണ്ട്. മഹാരാജ ഒരു സാധാരണക്കാരനാണ്. എന്നാൽ അയാളുടെ പീക്ക് ലെവലിലെത്തുന്ന ഒരു സംഭവമുണ്ട്. ഒരു ദിവസം ജ്യോതിയുടെ സ്കൂളിൽ നിന്നും മഹാരാജയെ വിളിക്കുന്നു. ഫംഗ്ഷനിടയിൽ ടീച്ചർമാർക്ക് കൊടുക്കാൻ വെച്ചിരുന്ന വെൽക്കം ഡ്രിങ്കിൽ മദ്യം കലർത്തിയത് ജ്യോതിയാണെന്ന് സ്കൂളിൻ്റെ ഉടമസ്ഥൻ പറയുന്നു. കൂടാതെ ആ വെൽക്കം ഡ്രിങ്ക് കളക്ടർ കുടിക്കുകയും ചെയ്യുന്നു. സാർ, തൻ്റെ മകൾ അങ്ങനെയൊന്നും ചെയ്യില്ല. വളരെ കർക്കശക്കാരനായിരുന്ന ആ ഉടമസ്ഥൻ ജ്യോതിയല്ല ചെയ്തതെങ്കിൽ തൻ്റെ മകളുടെ ബാഗിൽ എങ്ങനെയാണ് ആ മദ്യക്കുപ്പി വന്നതെന്ന് ചോദിക്കുന്നു. അതും പറഞ്ഞ് ഉടമസ്ഥനും മഹാരാജയും കയർത്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഒരു കുട്ടിയെയും കൊണ്ട് മമത അവിടെ വരികയാണ്. അവൾ ഒരു വീഡിയോ കാണിച്ച് ഇവനാണ് ചെയ്തതെന്ന് പറയുന്നു. ആ ഉടമസ്ഥൻ വളരെ ഈഗോയിസ്റ്റ് ആയതുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് മഹാരാജയോടും ജ്യോതിയോടും അവിടെ നിന്ന് പൊക്കോളാൻ പറയുന്നു. എന്നാൽ മഹാരാജ പോകാൻ തയ്യാറായില്ല. തൻ്റെ മകൾ തെറ്റൊന്നും ചെയ്യാത്തതുകൊണ്ട് സാർ, അവളോട് മാപ്പ് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പോകാം. കർക്കശക്കാരനായ ഉടമസ്ഥൻ മാപ്പും പറയില്ല, ഒരു കോപ്പും പറയില്ല. കുട്ടിയെ വിളിച്ചുകൊണ്ട് നീ ഇറങ്ങിപ്പോടാ എന്ന് പറയുന്നു. എൻ്റെ മോൾ ഒരു തെറ്റും ചെയ്തില്ല, അതുകൊണ്ട് സാർ മാപ്പ് പറഞ്ഞേ പറ്റൂ. ഉടമസ്ഥൻ അയാളെ വെളിയിലാക്കുവാൻ സെക്യൂരിറ്റിയോട് പറയുന്നു. സെക്യൂരിറ്റി മഹാരാജയെ വലിച്ചുകൊണ്ട് പോകുന്ന വഴി അവനൊരു കമ്പിയിൽ പിടിക്കുകയാണ്. ഉടുമ്പ് പിടിച്ചതുപോലെ മഹാരാജ ആ കമ്പിയിൽ പിടിക്കുന്നു. എന്നിട്ട് തുടരെ എൻ്റെ മകളോട് സോറി പറയണം സാർ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എല്ലാവരും കൂടെ പിടിച്ചിട്ട് മഹാരാജയെ ഒന്ന് അനക്കാൻ പോലും കഴിയുന്നില്ല. കമ്പി വളയാൻ തുടങ്ങി. കമ്പി വളയുന്നത് കണ്ട് ഉടമസ്ഥനും ഭയക്കാൻ തുടങ്ങി. നിറ കണ്ണുകളോടെ ജ്യോതി എന്ന് ഉടമസ്ഥനോട് പറഞ്ഞു. സാർ, പ്ലീസ് സാർ, എന്നോട് സോറി പറയണം, ഇല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അത് ഒരിക്കലും വിടില്ല. മഹാരാജയുടെ ആ പ്രവൃത്തി കണ്ട് ഉടമസ്ഥൻ പേടിക്കുകയും ജ്യോതിയോട് നല്ല താഴ്മയായ രീതിയിൽ സോറി പറയുകയും ചെയ്തു. അങ്ങനെ മകളുമായി മഹാരാജ വീട്ടിൽ പോകുന്നു. അടുത്ത ദിവസം ജ്യോതി സ്പോർട്സുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസത്തേക്ക് ക്യാമ്പിലോട്ട് പോവുകയാണ്. ജ്യോതിയെ മഹാരാജ ബസ്സിൽ കയറ്റി യാത്രയാക്കുന്നു. കൃത്യം 10 മണിക്ക് മഹാരാജ ഷോപ്പ് പൂട്ടി വീട്ടിലേക്ക് പോകുന്നു. ഒരു വലിയ മൂർഖൻ പാമ്പ് ബാത്റൂമിലൂടെ വീടിനകത്തേക്ക് കയറുന്നു. തലയ്ക്കും കാലിനുമൊക്കെ പരിക്കേറ്റ് ബോധം നഷ്ടപ്പെട്ട് താഴെ കിടക്കുന്ന മഹാരാജയുടെ ദേഹത്തു കൂടി ഇഴഞ്ഞ് ജനലിലൂടെ പുറത്തേക്ക് പോകുന്നു. പാമ്പ് പോകുന്ന വഴി ഒരു ഗ്ലാസ് തട്ടി താഴെ വീഴുന്നു. ആ ശബ്ദം കേട്ട് മഹാരാജ ഉണരുന്നു. അടുത്ത സീനിൽ ഒരു കാറിൻ്റെ സർവീസ് സ്റ്റേഷൻ കാണിക്കുന്നു. അവിടേക്ക് ഒരു കൗൺസിലർ കാറിൽ വന്നിറങ്ങുകയാണ്. എന്നിട്ട് അവിടുത്തെ മാനേജരെ പൊതിരെ തല്ലുന്നു. കാർ സർവീസിനെന്നാൽ അത് സർവീസ് ചെയ്യണം, അല്ലാതെ എൻ്റെ സാധനങ്ങൾ അടിച്ചു മാറ്റരുത്. എവിടെടാ എൻ്റെ സൺഗ്ലാസ് എന്നും പറഞ്ഞുകൊണ്ടാണ് തല്ലുന്നത്. ആ സമയം കാർ സർവീസ് ഡെലിവർ ചെയ്ത മുത്തു അവിടെ വരികയാണ്. മാനേജർ അവനെ ചൂണ്ടിക്കാട്ടി അവനാണ് സാർ സർവീസ് ചെയ്തതെന്ന് പറയുന്നു. കൗൺസിലർ നേരെ ചെന്ന് അവനെ അടിച്ചതിന് ശേഷം പറയുന്നു, നാളെ എനിക്കെൻ്റെ കണ്ണാടി കിട്ടണം, ഇല്ലെങ്കിൽ നിന്റെ അന്ത്യമായിരിക്കും. അതും പറഞ്ഞുകൊണ്ട് ഒരടിയും കൂടെ കൊടുത്തിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. വളരെ ദേഷ്യത്തോടും പ്രതികാര ബുദ്ധിയോടും അവൻ കൗൺസിലറെ നോക്കുന്നു. അന്ന് രാത്രി മുത്തു ബാറിൽ ഗ്ലാസുമായി ചെല്ലുന്നു. എന്നിട്ട് അയാളുടെ മുൻപിൽ വെച്ച് തന്നെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുന്നു. അത് കണ്ട് കൗൺസിലറും കൂട്ടരും അവനെ തല്ലാൻ ചെല്ലുന്നു. പക്ഷേ മുത്തു അവരത്രയും പേരെ തല്ലി താഴെയിടുന്നു. അവസാനം കൗൺസിലറിൻ്റെ മുഖത്ത് നല്ല സ്വയംഭരൊരടിയും കൊടുത്ത് അവിടെ നിന്നും കുപ്പിയും അടിച്ചു മാറ്റി പോവുകയാണ്. അടുത്ത സീനിൽ പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നു. ഒരു കള്ളനെ പൊതിരെ തല്ലുകയാണ്. അവിടെ നമ്മുടെ മഹാരാജ എത്തിയിട്ടുണ്ട്. ഒരു പരാതി കൊടുക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. പോലീസ് ചോദിക്കുമ്പോൾ മഹാരാജ പറയുന്നത് ഇങ്ങനെയാണ്. സാർ, എൻ്റെ പേര് മഹാരാജ. KK നഗറിൽ എനിക്കൊരു ബാർബർ ഷോപ്പ് ഉണ്ട്. വീട് പള്ളിത്തോട്ടിലാണ്. ഇന്നലെ ഒരു 10 മണിയായിട്ടുണ്ടാവും. ഞാൻ കടയടച്ച് വീട്ടിലേക്ക് വന്നു. എപ്പോഴും പുറത്തുള്ള ചെടിച്ചട്ടിയിലാണ് താക്കോൽ വെക്കുന്നത്. അത് അവിടുന്ന് തന്നെ ഞാൻ എടുത്തു. വാതിൽ തുറന്ന് അകത്തേക്ക് പോയി. പിന്നെ ഹാളിൽ ചെന്ന് ലൈറ്റ് ഇട്ടു. തോളത്ത് നിന്ന് ബാഗ് എടുത്ത് താഴെ വെച്ചു. ഡ്രസ്സ് മാറാനായിട്ട് റൂമിൽ ചെന്ന് ഡ്രസ്സ് മാറി. പെട്ടെന്ന് എൻ്റെ പിന്നിൽ ടപ്പോ എന്നൊരു ശബ്ദം കേട്ടു. ഞാനതെന്താണെന്ന് തിരിഞ്ഞു നോക്കി.
രണ്ടുപേര് മുഖം മൂടിയിട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരുത്തൻ പിന്നിൽ നിന്ന് എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ അയാളോട് ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് അയാൾ എൻ്റെ വായ പൊത്തി മുറുകെ പിടിച്ചു. ഞാൻ അയാളുടെ കയ്യിൽ കടിച്ചു. അവിടെ മൂന്നാമതൊരാൾ ഒളിഞ്ഞിരിക്കുന്നതായി തോന്നി. പെട്ടെന്നാണ് ഒരു ഇരുമ്പ് കമ്പി കൊണ്ട് ആരോ എൻ്റെ തലക്കടിച്ചു. അപ്പോഴേക്കും എൻ്റെ ബോധം പോയി. ഇരുട്ട് കയറിയിട്ട് ഒന്നും കാണാൻ പറ്റിയില്ല. 3 പേര് എന്നെ താഴെയിട്ട് മാറി മാറി തല്ലി. അതിനുശേഷം എൻ്റെ ലക്ഷ്മിയും കൊണ്ടുപോയി. എങ്ങനെയെങ്കിലും എൻ്റെ ലക്ഷ്മിയെ ഒന്ന് കണ്ടുപിടിച്ച് തരണം. ലക്ഷ്മി ആരാ മഹാരാജ? മകളാണോ? അല്ല സാർ, ലക്ഷ്മി. ഭാര്യയാണോ? അല്ല. പണമോ ആഭരണമോ? അല്ല സാർ, ലക്ഷ്മി. അത് എന്താണെന്ന് തെളിച്ച് പറ. സാർ ലക്ഷ്മി. വേസ്റ്റ് ബിൻ സാർ. വേസ്റ്റ് ബിന്നോ? പിന്നെ ഒരു വേസ്റ്റ് ബിന്നിന് വേണ്ടിയാണോ നീ കംപ്ലൈൻറ്റ് തരാൻ വന്നത്? എൻ്റെ മകൾ ക്യാമ്പിൽ പോയിരിക്കുക. അവൾ വരുന്നതിന് മുമ്പ് അവളെ രക്ഷിച്ച ഞങ്ങളുടെ ലക്ഷ്മിയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരണം. അത് കേട്ടതും അയാളുടെ ത്രെഡ് ഇളകി. മഹാരാജയെ പൊതിരെ തല്ലി. ഇയാളെ പുറത്താക്കാൻ പറഞ്ഞു. എന്നാൽ മഹാരാജ അവിടെ നിന്ന് പോകാൻ തയ്യാറായിരുന്നില്ല. മഹാരാജയെ അവിടെയുള്ള എല്ലാവരും കൂടി വലിച്ചേച്ച് കൊണ്ടുപോയി. മഹാരാജ ഒരു കമ്പിയിൽ പിടിച്ചു. പിന്നെ മഹാരാജയെ അവിടെ നിന്ന് അനക്കാൻ അവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല. അവർ വലിക്കുന്നതനുസരിച്ച് കമ്പി ഇളകാൻ തുടങ്ങി. കമ്പി തകർന്ന് ഷെൽഫ് താഴെ വീഴുന്നു. ഷെൽഫിൽ നിന്ന് ഒരു മൂർഖൻ പാമ്പും താഴെ വീഴുന്നു. അത് കണ്ട് പേടിച്ച് എല്ലാവരും പുറത്തേക്കോടി. മഹാരാജ തൻ്റെ കൈകൊണ്ട് പാമ്പിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു. ഇപ്പുറത്ത് SI ഒരു മോഷണ കേസ് അന്വേഷിക്കുകയാണ്. ഒരു കൈക്കൂലിക്കാരനായ തഹസിൽദാരുടെ വീട്ടിൽ നിന്ന് 82 പവൻ മോഷണം പോയി. കള്ളനെ കണ്ടുപിടിച്ച് SI അവിടെ തെളിവെടുപ്പിന് വന്നിരിക്കുകയാണ്. തഹസിൽദാർ ഒരു അഹങ്കാരിയും കൈക്കൂലിക്കാരനുമാണ്. കൂടാതെ SIയോട് മോശമായ രീതിയിൽ സംസാരിക്കുന്നുമുണ്ട്. സ്വർണം കൊടുത്തതിന് ശേഷം ഐഡന്റിഫൈ ചെയ്തിട്ട് ഒപ്പിടാൻ പറയുന്നു. അയാൾ ഒപ്പിട്ടതിന് ശേഷം കള്ളനുമായി വെളിയിലേക്ക് പോകുന്നു. തഹസിൽദാരും ഭാര്യയും വീണ്ടും വന്നിട്ട് സാർ ഇതെല്ലാം റോൾ ഗോൾഡ് ആണെന്ന് പറയുന്നു. SI കള്ളനെ വിളിച്ച് വീണ്ടും പൊതിരെ തല്ലുന്നു. കള്ളൻ തഹസിൽദാരുമായി ചേർന്നാണ് ഇത് ചെയ്തതെന്ന് SIയോട് പറയുകയാണ്. SI തിരിച്ച് കള്ളക്കേസ് കൊടുക്കുന്നു. മുക്കുമണ്ടം കാണിച്ച് ഗവൺമെന്റിനെ പറ്റിക്കുവാണോ എന്ന് പറഞ്ഞ് അയാളെ പേടിപ്പിക്കുന്നു. എന്നിട്ട് അയാളോട് പോകാൻ പറയുന്നു. സത്യത്തിൽ SIയും കള്ളനും ചേർന്ന് ആ കൈക്കൂലിക്കാരനായ തഹസിൽദാരുടെ കയ്യിൽ നിന്നും 82 പവൻ അടിച്ചു മാറ്റുകയായിരുന്നു. ആ കേസ് കഴിഞ്ഞ് SI സ്റ്റേഷനിൽ തിരിച്ചു വരുമ്പോൾ ആകെ അലങ്കോലമായി കിടക്കുന്നു. കാരണക്കാരനായ മഹാരാജയെ വിളിപ്പിക്കുകയും ചെയ്യുന്നു. മഹാരാജ സെയിം കഥ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. സഹികെട്ട SI മഹാരാജയെ അടിച്ച് വെളിയിലാക്കുന്നു. എന്നിട്ട് തോക്ക് ചൂണ്ടിയിട്ട് ഇവിടെ നിന്ന് പൊക്കോ, ഇല്ലെങ്കിൽ നിന്നെ കൊന്നു കളയുമെന്ന് പറയുന്നു. മഹാരാജ അവിടുന്ന് പോകുന്നു. പക്ഷേ മഹാരാജ വീണ്ടും വരികയാണ്. എൻ്റെ ലക്ഷ്മിയെ കണ്ടെത്തി തന്നാൽ 5 ലക്ഷം തരാമെന്ന് ഓഫർ ചെയ്യുന്നു. നല്ലവനായ SI അത് എഗ്രി ചെയ്യുന്നു. SIയും കൂട്ടരും മഹാരാജയുടെ വീട്ടിൽ വരുന്നു. അവിടെ വലുതായിട്ട് തെളിവൊന്നും കിട്ടുന്നില്ല. ആകപ്പാടെ അവിടെയെല്ലാം അലങ്കോലമായി കിടക്കുന്നു. പാതി കഴിച്ച ചോറും ചിക്കൻ്റെ എല്ലുമുണ്ട്. ഇൻസ്പെക്ടർ വേസ്റ്റ് ബിന്നിൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. മഹാരാജയുടെ കയ്യിൽ 15 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉള്ളത് പാസ്ബുക്കിൽ നിന്നും അറിയുന്നു. ഇവിടെ ജ്യോതി എന്തുകൊണ്ടാണ് താൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതെന്ന് ചോദിച്ച് അവിടുത്തെ വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ട് മഹാരാജയ്ക്ക് ഒരു വീഡിയോ അയക്കുകയാണ്. ആ വീഡിയോ മഹാരാജ കണ്ടിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. പോലീസുകാരുടെ ഇടയിലുള്ള ചർച്ചയിൽ വേസ്റ്റ് ബിന്നിൽ എന്തോ വിലമതിക്കാത്തതുണ്ട്, ഇല്ലെങ്കിൽ ഇയാൾ 5 ലക്ഷം ഓഫർ ചെയ്യുമോ എന്നൊക്കെ സംശയം പറയുന്നുണ്ട്. ഇനി കാണിക്കാൻ പോകുന്നത് വില്ലനെയാണ്. ഇതാണ് നമ്മുടെ വില്ലനും അയാളുടെ കൂട്ടാളിയും. വില്ലനും കൂട്ടാളിയും ചേർന്ന് ഒരു വീട് കവർ ചെയ്യുകയാണ്. ഇവരുടെ രീതി എന്താണെന്നാൽ ഒരു വീട് സെലക്ട് ചെയ്യും, എന്നിട്ട് ആ വീട്ടിൽ കയറി കവർ ചെയ്യും. ആ വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് ആഹാരം കഴിക്കും. എന്നിട്ട് ചെറിയ പെൺപിള്ളാരെ പീഡിപ്പിക്കും. അവസാനം ഗ്യാസ് പൊട്ടിച്ച് അവരെ മുഴുവൻ കൊന്നുകളഞ്ഞ് കടന്നു കളയും. ഇത്രയൊക്കെ കാണിക്കുന്ന ദുഷ്ടനായ വില്ലനാണെങ്കിലും നല്ലൊരു ഭാര്യയും മകളും ഉണ്ട് അയാൾക്ക്. കൂടാതെ അയാൾക്ക് അവരെന്നാൽ വളരെ ജീവനാണ്. അവരുടെ മുൻപിൽ ഇയാളൊരു ഇലക്ട്രിക് ഷോപ്പ് ഉടമയാണ്. അയാളുടെ വീടിൻ്റെ മുകളിൽ മഹാരാജയുടെ ലക്ഷ്മി ഇരിപ്പുണ്ട്. അതായത് മഹാരാജയുടെ വീട്ടിൽ കയറിയത് ഇവരാകാനാണ് സാധ്യത. ഈ വില്ലൻ്റെ മകളുടെ പുറത്ത് പൊള്ളലേൽക്കുന്നുണ്ട്. നല്ല പൊള്ളലായതുകൊണ്ട് തന്നെ അയാൾ ഓയിൽമെൻറ്റ് തേച്ച് കൊടുക്കുന്നുമുണ്ട്. അയാൾക്ക് മകളെന്ന് പറഞ്ഞാൽ ജീവനാണ്. അതുകൊണ്ട് അവളുടെ ഇഷ്ടം നിറവേറ്റാൻ എത്ര കോടി ചെലവാക്കാനും അയാൾക്ക് മടിയില്ല. തൻ്റെ ഭാര്യയ്ക്കും മകൾക്കും ഒരു കുറവും വരാതെ ലക്ഷറിയായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് അയാൾ കവർച്ച തന്നെ നടത്തുന്നത്. ഇവിടെ പോലീസ് വേസ്റ്റ് ബിൻ തേടി അലയുകയാണ്. എല്ലാ കടയിലും തേടുന്നുണ്ട്. മഹാരാജ അത് കിട്ടുന്നതുവരെ പോലീസ് സ്റ്റേഷനിൽ തന്നെ നിൽക്കുന്നു. പോലീസ് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ ആട്ടും തുപ്പും അടിയും ഒക്കെ കേട്ട് അവിടെ നിൽക്കുകയാണ്. ഇപ്പുറത്ത് ജ്യോതി സ്പോർട്സ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നു. ഹെഡ് കോൺസ്റ്റബിൾ വേസ്റ്റ് ബിൻ അന്വേഷിച്ച് കടയിൽ ചെല്ലുമ്പോൾ ലീവിലായിരുന്ന ഒരു കില്ലാടിയായ പോലീസ് ഓഫീസർ രാജയെ കാണുകയാണ്. SI പറഞ്ഞിട്ട് അയാളെയും ഇത് അന്വേഷിക്കാൻ കൂടെ കൂട്ടുന്നു. അപ്പോഴാണ് മുത്തുവിനെ കാണാനില്ലെന്നും പറഞ്ഞ് സർവീസ് സെന്ററിലെ മാനേജർ പോലീസ് സ്റ്റേഷനിൽ വരുന്നത്. അങ്ങേരുടെ അടുത്ത് മഹാരാജ ആ ഫോട്ടോ നോക്കുന്നു. പഴയ സീനിൽ പാമ്പ് പോകുമ്പോൾ മഹാരാജ ഉണരുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ബില്ല് താഴെ കിടക്കുന്ന കാണുന്നു. അതിൽ നിന്നും ഒരു വെഹിക്കിൾ നമ്പർ കിട്ടുകയാണ്. അതിൻ്റെ ഓണറെ കണ്ടെത്തി ബാറിൽ ചെല്ലുമ്പോൾ മുത്തുവാണ് ആ കാർ കൊണ്ടുപോയതെന്ന് അറിയുന്നു. അങ്ങനെ വന്നവരിൽ ഒരാൾ മുത്തുവാണെന്ന് മഹാരാജയ്ക്ക് മനസ്സിലാവുന്നു. മഹാരാജ ബാറിലുണ്ടായിരുന്ന സമയത്താണ് മുത്തു കൗൺസിലറെ അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുത്തുവിനെ ഫോളോ ചെയ്ത് ഒരു പഴയ പ്രിന്റിംഗ് ഫാക്ടറിയിൽ എത്തുകയാണ്. അവിടെ വെച്ച് മഹാരാജയെ മുത്തുവിൻ്റെ ആൾക്കാർ പിടിക്കുകയാണ്. എൻ്റെ പുറകെ മണപ്പിച്ച് വന്നവൻ്റെ കൈവെട്ടാൻ മുത്തു പറയുന്നു. കൈവെട്ടാൻ ശ്രമിക്കുന്നതിനിടയിൽ തുടങ്ങി ബാക്കിയുള്ള സമയം മുഴുവൻ മഹാരാജയുടെ ഒരു അഴിഞ്ഞാട്ടമാണ്. നല്ല കിടിലനിടി. ഇടിച്ചിടിച്ച് മുത്തുവിനോട് ബാക്കിയുള്ളവരുടെ പേര് പറയാൻ പറയുന്നു.
മഹാരാജയുടെ മർദ്ദനത്തിൽ വേദന കൊണ്ട് മുത്തു, ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്, നിന്റെ അടുത്ത സ്റ്റേഷനിലാണ്, വേണമെങ്കിൽ പോയി കണ്ടെത്ത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടുകയാണ്. മഹാരാജ അവനെ വിടുന്നില്ല. പുറകെ പോയിട്ട് അവൻ്റെ തല വെട്ടുകയാണ്. അതായത് മഹാരാജ പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുന്നത് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അന്വേഷിച്ചാണ്. മുത്തുവിൻ്റെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് കൗൺസിലറെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നുണ്ടെങ്കിലും അയാളിൽ നിന്ന് ഒരു വിവരവും ലഭിക്കുന്നില്ല. പക്ഷേ കുറച്ച് സമയത്തേക്ക് മഹാരാജ പിടിക്കപ്പെടുമോ എന്നൊരു സീൻ അവിടെ ക്രിയേറ്റ് ആകുന്നുണ്ട്. കാരണം മഹാരാജയെ കൗൺസിലർ കണ്ടിട്ടുണ്ട്. അയാൾക്ക് മഹാരാജ എന്ന പേര് മറന്നുപോയതുകൊണ്ടും അയാളുടെ പെടലിക്ക് സാരമായ പരിക്കുള്ളത് കൊണ്ട് താഴെയിരിക്കുന്ന മഹാരാജയെ കാണാത്തത് കൊണ്ടും മഹാരാജ അവിടെ രക്ഷപ്പെടുകയാണ്. പോലീസുകാർ വേസ്റ്റ് ബിൻ അന്വേഷിക്കുമ്പോൾ മഹാരാജ മുത്തു പറഞ്ഞ പോലീസിനെ അന്വേഷിക്കുകയാണ്. വില്ലനാണെങ്കിൽ തന്റെ മകളുടെ ആദ്യ ബർത്ത്ഡേക്ക് സ്വർണ്ണമാല മേടിക്കാനുള്ള തിടുക്കത്തിലാണ്. പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ SI പറഞ്ഞനുസരിച്ച് ഡ്യൂപ്ലിക്കേറ്റ് തയ്യാറാക്കുന്ന തിടുക്കത്തിലും. ജ്യോതിയാണെങ്കിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട് മമതയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വില്ലൻ ഒരു പ്രത്യേക മോഡൽ മകൾക്ക് വേണ്ടി അവിടെ ബുക്ക് ചെയ്യുന്നു. നല്ല വിലയുള്ള മോഡലാണ്. അത് പണിത് റെഡിയാക്കാൻ 2 ദിവസം വേണം, അതായത് ജന്മദിനത്തിന്റെ അന്ന്. അതുകൊണ്ട് തന്നെ 2 ദിവസത്തിന് ശേഷം ജന്മദിനത്തിന്റെ അന്ന് മാലയും മേടിച്ചുകൊണ്ട് പോക്കറ്റിലിട്ട് വില്ലൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഭാര്യ പറഞ്ഞതനുസരിച്ച് താടി ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ബാർബർ ഷോപ്പിൽ കയറുന്നു. ആ ബാർബർ ഷോപ്പിൽ ചെല്ലുമ്പോഴാണ് ആദ്യത്തെ ടെസ്റ്റ്. മഹാരാജയുടെ ചെറുപ്പമാണ് കാണിക്കുന്നത്, അതായത് വില്ലന്റെ പാസ്റ്റ് ആണ് കാണിച്ചുകൊണ്ടിരുന്നത്. ബാർബർ ഷോപ്പിൽ വന്ന വില്ലൻ മഹാരാജയോട് റൂഡായിട്ടാണ് പെരുമാറുന്നത്. വില്ലന്റെ ഫോൺ കോളിൽ നിന്നും വില്ലന്റെ മകളുടെ ബർത്ത്ഡേ ഇന്നാണെന്നും അത് ഇന്ന സ്ഥലത്താണെന്നുമൊക്കെ മഹാരാജയ്ക്ക് മനസ്സിലാവുന്നു. താടി ട്രിം ചെയ്യാൻ പോകുമ്പോൾ ബാറ്ററി തീരുകയാണ്. ബാറ്ററി വാങ്ങാൻ മഹാരാജ പോകുന്ന സമയത്താണ് കൂട്ടാളിയുടെ ഫോൺ വരുന്നത്. ആരുമില്ലാത്തതുകൊണ്ട് തന്നെ അവർ സംസാരിക്കുന്നു. പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ നമ്മൾ ചെയ്ത കവർച്ചകളെയും കൊലപാതകങ്ങളെയും റേപ്പുകളെയും കുറിച്ച് വാർത്ത വന്നിട്ടുണ്ട്. പോലീസിന് വല്ലതും തുമ്പ് കിട്ടിയിട്ടുണ്ടോ എന്നെനിക്കൊരു പേടിയുണ്ട്. നമ്മൾ അകപ്പെട്ടാൽ എല്ലാം തീർന്നു. എടാ, അങ്ങനൊന്നും ഉണ്ടാവില്ല, അത് വെറുതെ ന്യൂസ് കൊടുത്തതായിരിക്കും, നീ പേടിക്കണ്ട, ഈ ന്യൂസിലുള്ള കൊലപാതകൾ നമ്മളാണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോൾ മഹാരാജ പുറകിൽ നിൽക്കുന്നു. അവനെല്ലാം കേട്ടെന്ന് വില്ലന് മനസ്സിലായി. താടി ട്രിം ചെയ്തതിന് ശേഷം എക്സ്ട്രാ പൈസ കൊടുത്തെങ്കിലും മഹാരാജ അത് മേടിക്കുന്നില്ല. വില്ലൻ വീട്ടിലെത്തുന്നു. അയാളുടെ മുഖത്ത് പിടിക്കപ്പെടുമോ എന്നുള്ള ഭീതിയുണ്ട്. പിടിക്കപ്പെട്ടാൽ തന്റെ കുടുംബം തകരും, എല്ലാം നശിക്കും. സമയമായപ്പോൾ കുഞ്ഞിന്റെ മാല നോക്കുമ്പോൾ അത് അവിടെയൊന്നും കാണുന്നില്ല. ആ മാല മഹാരാജയ്ക്ക് കടയിൽ നിന്ന് ലഭിക്കുകയാണ്. ബർത്ത്ഡേ അല്ലേ, പാവമെന്ന് കരുതി ആ മാല കൊടുക്കാൻ വേണ്ടി മഹാരാജ വില്ലന്റെ വീട്ടിൽ പോകുന്നു. വലിയ ആഘോഷമായിട്ടാണ് ബർത്ത്ഡേ ഒക്കെ നടത്തുന്നത്. വില്ലനും കൂട്ടാളിയും മാലയുടെ കാര്യം പറഞ്ഞ് പുറത്തുനിന്ന് സംസാരിക്കുമ്പോൾ മഹാരാജ മാലയുമായി വരികയാണ്. അപ്രതീക്ഷിതമായി പോലീസ് മഹാരാജയുടെ പുറകെ വന്ന് കൂട്ടാളിയെ ഷൂട്ട് ചെയ്ത് വില്ലനെയും കൊണ്ട് പോവുകയാണ്. വില്ലൻ മഹാരാജ ഒറ്റിയതാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ട് വില്ലന്റെ ഭാര്യയും മകളും അയാളെ വീർത്തുകൊണ്ട് കരയുകയാണ്. ഇവിടെ ജ്യോതി ക്യാമ്പിൽ നിന്നും ബസ്സിൽ വീട്ടിലേക്ക് പോവുകയാണ്. പോലീസുകാരനായ രാജയും ഹെഡ് കോൺസ്റ്റബിളും ചേർന്ന് വേസ്റ്റ് ബിന്റെ ഡ്യൂപ്ലിക്കേറ്റ് തയ്യാറാക്കുന്നു. രാജ അത് കൃത്യമായി ഫോട്ടോയിൽ ഉള്ളതുപോലെ തന്നെ തയ്യാറാക്കുകയാണ്. ഇനി വേണ്ടത് പ്രതിയാണ്. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള കള്ളന്മാരെയൊക്കെ SI വിളിക്കുന്നുണ്ട്. വേസ്റ്റ് ബിന്ന് കട്ടതേൽക്കാൻ ആരും തയ്യാറാകുന്നില്ല. കള്ളന്മാർക്കുമില്ലേ അഭിമാനം. അവസാനം പൈസ തരാമെന്ന് പറഞ്ഞപ്പോൾ രാജ അത് ഏറ്റെടുക്കുകയാണ്. അതനുസരിച്ച് SI സ്റ്റേഷനിൽ വിളിച്ചിട്ട് മഹാരാജയെ കൊണ്ട് ആ കഥ ഒന്നും കൂടി പറയിക്കാൻ പറയുന്നു. ഫോൺ കോൾ വഴി ആ കഥ രാജയെ കേൾപ്പിക്കാം. അപ്പോൾ അയാൾക്ക് സിറ്റുവേഷനൊക്കെ മനസ്സിലാവും. അങ്ങനെ മഹാരാജ വീണ്ടും കഥ പറയാൻ തുടരുന്നു. സെയിം കഥയാണ് മഹാരാജ പറയുന്നതെങ്കിലും വിഷ്വൽസ് കാണിക്കുന്നത് വേറെ രീതിയിലാണ്. അതായത് ജ്യോതിയുടെ സീനെല്ലാം കാണിച്ചത് പാസ്റ്റ് ആയിരുന്നു. അതായത് ജ്യോതി ക്യാമ്പിലുണ്ടായിരുന്ന സമയത്ത് അവളുടെ ഒരു ഫ്രണ്ടിന് അവളുടെ ഷൂ ഉപയോഗിക്കാൻ കൊടുക്കാറുണ്ടായിരുന്നു. വീട്ടിലേക്ക് യാത്ര തിരിക്കുന്ന വഴി ആ റെഡ് കളർ ഷൂ അവൾക്ക് ഫ്രീ ആയി നൽകുകയും എന്നിട്ട് മഹാരാജയോട് അതേ റെഡ് കളർ ഷൂ വേണമെന്ന് ഫോട്ടോ അയച്ച് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോഴാണ് മെയിൻ വില്ലനും രാജയും മുത്തുവും ചേർന്ന് മഹാരാജയെ തീർക്കാൻ വീട്ടിൽ ഒളിച്ചിരിക്കുന്നത്. മഹാരാജ കൃത്യം ഷോപ്പ് അടച്ച് 10 മണിക്ക് വീട്ടിൽ എല്ലാ ദിവസവും എത്താറുണ്ടെന്ന് അവർക്കറിയാം. അതനുസരിച്ചാണ് അവർ അവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഷൂ അന്വേഷിച്ച് പോയ മഹാരാജ സെയിം കളർ ഷൂ കിട്ടാൻ വേണ്ടി കുറേ നേരം ആ ഷോപ്പിൽ ചിലവഴിക്കുന്നു. ജ്യോതി ബസ്സിൽ വന്നിറങ്ങി വീട്ടിൽ കയറുന്നു. ചെടിച്ചട്ടിൽ നിന്നും താക്കോലെടുത്ത് വാതിൽ തുറന്ന് അകത്ത് കയറുന്നു. ബാഗ് തൂക്കുന്നു. അകത്ത് പോയി ഡ്രസ്സ് മാറുന്നു. പെട്ടെന്നൊരു സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാൾ ജ്യോതിയുടെ മുഖം കൈകൾ കൊണ്ട് മൂടി അനങ്ങാൻ കഴിയാത്ത വിധത്തിൽ മുറുകെ പിടിക്കുന്നു. അവൾ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ മുത്തുവും കൂടെ ചേർന്ന് ജ്യോതിയെ ലോക്ക് ചെയ്യുകയാണ്. മുത്തു ഒരു തുണിയെടുത്ത് അവളുടെ കണ്ണ് മുറുകെ കെട്ടുന്നു. അവൾ അവരെ രണ്ടുപേരെയും തട്ടിമാറ്റി പുറത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ഒരു വലിയ ചുറ്റിയ കൊണ്ട് വില്ലൻ അവളുടെ തലക്കടിക്കുകയാണ്. നിലത്ത് വീണ് അവളെ പൊതിരെ തല്ലി വില്ലൻ കലിപ്പ് തീർക്കുന്നു. പുറത്തിറങ്ങി 3 പേരും മഹാരാജ എവിടെയെന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. എന്നാൽ രാജയും മുത്തുവും ചേർന്ന് ജ്യോതിയെ പീഡിപ്പിക്കുകയാണ്. അവളെ ഉപദ്രവിച്ചതിന് ശേഷം കൊല്ലണ്ടേ എന്ന് വില്ലനോട് ചോദിക്കുമ്പോൾ വേണ്ട, നമുക്ക് പോകാം, ഇതിലും വലിയ പ്രതികാരം അവന് ഞാൻ കൊടുക്കാനില്ല. ഇതാലോചിച്ച് അവൻ ജീവിതകാലം മുഴുവൻ വേദനയോടെ കഴിയും. ഷൂ വാങ്ങി മഹാരാജ അവിടെ എത്തുകയാണ്. ഏത് കളർ ഷൂ തേടി കടയിൽ ഇത്രയും നേരം അവൻ നിന്നുവോ
ആ കളർ കിട്ടാതെ വേറെ ഒരു കളറുമായിട്ടാണ് അവൻ വരുന്നത്. അകത്ത് കയറി നോക്കുമ്പോൾ തൻ്റെ മകളുടെ കിടപ്പ് കണ്ട് അവൻ ഞെട്ടിത്തെറിച്ചു പോകുന്നു. പെട്ടെന്ന് തന്നെ തൻ്റെ ഫ്രണ്ടായ ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അവിടേക്ക് മമതയും വിളിക്കുന്നു. പോലീസ് അറിയാതെ അവിടെ ട്രീറ്റ് ചെയ്യുകയാണ്. എന്നെ ഈ അടിച്ച് ഈ നിലയിലാക്കിയവനെ എനിക്ക് കാണണം. എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കണം. മഹാരാജയോട് അവൾ ആവശ്യപ്പെടുകയാണ്. കൂടാതെ വന്നവരിൽ ഒരാളുടെ പുറകിൽ ഒരു മുഴയുണ്ടെന്നും അവൾ പറയുന്നു. പോലീസിനോട് വേസ്റ്റ് ബിൻ പോയ സംഭവം പറയുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണീർ ഒഴുകുകയാണ്. ഈ കഥയെല്ലാം കേട്ട് രാജ ഞെട്ടുകയാണ്. രാജ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും SI സമ്മതിക്കുന്നില്ല. കാരണം മഹാരാജയോട് സാധനം കിട്ടിയെന്നും പ്രതിയെ കണ്ടുപിടിച്ചെന്നും പറഞ്ഞുപോയി. അയാളെ വീട്ടിൽ പോലും വിടാതെ അവിടെ തന്നെ കിടത്തുന്നു. രാവിലെ തെളിവെടുപ്പിനായി മഹാരാജയുടെ വീട്ടിൽ കൊണ്ടുവരുന്നു. അയാൾ മഹാരാജ പറഞ്ഞ രീതിയിൽ തന്നെ എല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഒരു പോയിന്റിൽ വെച്ച് അയാളാണ് താൻ തേടിക്കൊണ്ടിരുന്ന പോലീസ് എന്ന് അവന് മനസ്സിലാകുകയാണ്. വിവരിക്കുന്നതിനിടയിൽ അയാൾ മുഖത്ത് കൈവെക്കുന്ന സീനുണ്ട്. അവിടെയാണ് മഹാരാജയ്ക്ക് കത്തുന്നത് താൻ അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇയാളാണെന്ന്. ജ്യോതി പറഞ്ഞ പോലെ മുഴ അയാളുടെ പുറകിലുണ്ടോ എന്ന് മഹാരാജ തപ്പി നോക്കുന്നു. മുഴ കണ്ട് മഹാരാജ അത് കൺഫേം ചെയ്യുകയാണ്. SI അവരോട് രണ്ടുപേരോടും സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ജ്യോതിയെ വേണ്ടാത്ത രീതിയിൽ വിവരിക്കുന്നു. കൂടാതെ മനഃപൂർവ്വമുള്ള ഒരു കയ്യബദ്ധമാണെന്നും പറയുന്നു. വെറുതെ പോലീസിനോട് കളിച്ചാൽ വലിച്ചൊട്ടിക്കുമെന്ന് മഹാരാജയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. മഹാരാജ SIയോട് അയാളെ വെറുതെ വിട്ടേക്കാമെന്ന് പറയുന്നു. SI ചോദിക്കുന്നു, എടാ നിന്നെ അടിച്ചിട്ട് പോയാളെ വെറുതെ വിടണോ? അതെ സർ, വെറുതെ വിട്ടേക്ക്. എടാ ലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോയാളെ വെറുതെ വിടാനാണോ നീ പറയുന്നത്? അതെ സർ, വെറുതെ വിട്ടേക്ക്. നിന്റെ കുഞ്ഞിനെ ഈ ഗതിയിലാക്കിയ ഈ മലരനെ വെറുതെ വിടാനാണോ നീ പറയുന്നത്? രാജ ഞെട്ടിപ്പോവുകയാണ്. SI അന്വേഷിക്കുന്നതിനിടയിൽ എല്ലാം അറിയുന്നുണ്ടായിരുന്നു. മഹാരാജ, നീ അവനെ എന്ത് വേണേലും ചെയ്തോ, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് വാതിലും പൂട്ടി SI പുറത്തേക്കിറങ്ങി. മഹാരാജ അവനെ പൊതിരെ തല്ലി അവസാനം അവൻ്റെ കഴുത്തറുത്തുകൊണ്ട് അവനെ കൊല്ലുകയാണ്. SI വില്ലൻ ഇരിക്കുന്ന ഇടം പറഞ്ഞു കൊടുക്കുന്നു. ഒരു പണി നടക്കുന്ന ഒരു ബിൽഡിങ്ങിലാണ് വില്ലൻ ഉള്ളത്. അവിടെ എത്തി മഹാരാജ വില്ലന്റെ ആൾക്കാരെ തല്ലുകയാണ്. കൂട്ടത്തിൽ ഒരാൾ വില്ലനെ വിവരമറിയിക്കുന്നു. വില്ലൻ അവിടെ എത്തുകയാണ്. വില്ലൻ അവിടെ എത്തി മഹാരാജയെ അടിക്കാൻ തുടങ്ങി. വില്ലനെ കണ്ട് മഹാരാജ ഞെട്ടുകയാണ്. തെറ്റിദ്ധാരണയുടെ പേരിൽ ഇങ്ങനൊരു പ്രതികാരം അയാളുടെ കയ്യിൽ നിന്നും ഉണ്ടാകുമെന്ന് മഹാരാജ പ്രതീക്ഷിച്ചിരുന്നില്ല. അടിയുടെ അവസാനം മഹാരാജ തിരിച്ചു തല്ലി വില്ലനെ അനങ്ങാൻ കഴിയാത്ത വിധത്തിലാക്കി. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് മഹാരാജ ചോദിക്കുമ്പോൾ, നീ എന്നോട് ചെയ്തതിന് നിനക്ക് നല്ല ആറ്റം പണി തന്നില്ലേ? ജീവിതകാലം മുഴുവൻ നിന്റെ മകളെ ഓർത്ത് നീ ദുഃഖിക്കണം. ആ ഷോക്കിൽ നിന്നും നിന്റെ മകൾ ഒരിക്കലും പുറത്തു വരില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു രാക്ഷസനെ പോലെ ചിരിക്കുകയാണ്. ആ സമയത്ത് ജ്യോതിയും മമതയും അവിടെ വരികയാണ്. ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഈ നിലയിലാക്കി അയാളോട് എന്തിനിത് ചെയ്തെന്ന് ചോദിക്കണമെന്ന് ജ്യോതി ആവശ്യപ്പെട്ടിരുന്നു. ജ്യോതി അയാളോട് എന്തിനിങ്ങനെ ചെയ്തു എന്ന് നേരിട്ട് തന്നെ ചോദിക്കുന്നു. ഒരു രാക്ഷസനെ പോലെ ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഇതിലും വലുത് ഞാൻ നിനക്ക് തരും. നിന്നെ ഒന്നും ഞാൻ വിടാൻ പോകുന്നില്ല. നിന്നെയൊക്കെ ഞാൻ കൊല്ലാക്കൊല ചെയ്യും. അത്രയ്ക്ക് കലിപ്പുണ്ട് നിന്റെ അച്ഛനോട്. എൻ്റെ ജീവിതം തകർത്ത നിങ്ങളെ മരണം വരെ ഞാൻ വേട്ടയാടും. അവൾ തൻ്റെ കയ്യിലുള്ള ഒരു മാല എടുത്തിട്ട് വില്ലന് നേരെ നീട്ടുന്നു. ഇതിനു വേണ്ടിയല്ലേ നീ ഇത്രയും ചെയ്തത്? കൊണ്ടുപോക്കോളൂ എന്ന് പറയുന്നു. അവൻ ആ മാല കാണുമ്പോഴാണ് ഓർക്കുന്നത് തൻ്റെ പുന്നാര മകൾക്ക് വേണ്ടി അവൻ മേടിച്ച മാലയാണെന്ന്. നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനല്ല. ഞാൻ നിന്റെ മാല തിരിച്ചു തരാനാണ് വന്നത്. നീ അറസ്റ്റായതിനു ശേഷം മാല കൊടുക്കാൻ ഞാൻ നിന്റെ വീട്ടിൽ പോയിരുന്നു. മറ്റുള്ളവരുടെ ചോരയിൽ കുതിർന്ന ഈ മാല എൻ്റെ മകൾക്ക് വേണ്ട എന്നാണ് നിന്റെ ഭാര്യ പറഞ്ഞത്. പകരം ഒരു പാവക്കുട്ടി മേടിക്കാൻ ഞാൻ ഷോപ്പിൽ പോയ സമയം ഒരു ലോറി വന്ന് ഇടിച്ച് ലക്ഷ്മി കുഞ്ഞിൻ്റെ ദേഹത്ത് വീണുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു. മഹാരാജ അവനെ അതേപോലെ ഇട്ടിട്ട് മകൾക്കൊപ്പം യാത്രയായി. വില്ലൻ ജ്യോതിയുടെ മുതുകിൽ നോക്കുമ്പോൾ പെട്ടെന്ന് ചിരി നിൽക്കുകയാണ്. കാരണം തൻ്റെ മകളുടെ പൊള്ളിയ പാട് അവളുടെ പുറകിലുണ്ട്. അപ്പോഴാണ് അത് തൻ്റെ മകൾ അമ്മു ആണെന്ന് അയാൾക്ക് മനസ്സിലാകുന്നത്. അയാൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് മോളെ അമ്മു അമ്മു എന്ന് നിലവിളിച്ചു. മഹാരാജ മകളോട് താഴോട്ട് പോകാൻ പറഞ്ഞ് തിരിച്ചവൻ്റെ അടുത്ത് വന്നു. അതെൻ്റെ മോളട പന്നെ എന്ന് പറഞ്ഞ് ചവിട്ടിയിട്ട് താഴോട്ട് പോകുന്നു. അവൻ അമ്മു അമ്മു മോളെ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവർ അവിടെ നിന്നും പോയി. തൻ്റെ സ്വന്തം മകളെയാണല്ലോ താൻ ഇങ്ങനെ ചെയ്തതെന്ന് ഓർത്ത് സ്വയം മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നു. അമ്മു നടന്നുപോയ ആ പാതകളിലേക്ക് അയാളുടെ ചോര ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്.